എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ചിതറ എന്ന സ്ഥലത്ത് വാടകയ്ക്ക് വീട് കൊടുത്തിട്ട് ഉടമസ്ഥൻ ഇവിടുന്ന് മാറാൻ പറഞ്ഞിട്ട് മാറാത്തതിന് ഉടമ ആ വീട് ഇടിച്ചു നിരത്തി എന്നങ്ങനെ ചാനലുകളിൽ കൂടിയല്ല മാധ്യമങ്ങളിൽ കൂടിയല്ല നമ്മൾ വാർത്ത കണ്ടു. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഈ വാർത്ത കണ്ടതല്ലാതെ അവിടെ എന്താ സംഭവിച്ചത്, എന്താണ് സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല. എന്നാലും പറയുകയാണ്, ഒരു വീട് ഉടമസ്ഥൻ വാടകയ്ക്ക് കൊടുക്കുന്നു. ഇപ്പോൾ 8 വർഷമായിട്ട് അവരോട് താമസിക്കുന്നു. എന്നിട്ട് അവരോട് മാറാൻ പറയുന്നു. ഒരു വർഷം മുമ്പ് മാറാൻ പറയുന്നു. ഇപ്പം 6 മാസമായിട്ട് അവർ വാടകയും കൊടുക്കുന്നില്ല, മാറുന്നുമില്ല. അതുമാത്രമല്ല, അവർ കോടതിയിൽ പോയി ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചിരിക്കുന്നു. ഉടമ അവിടെ പ്രവേശിക്കാനും പാടില്ല, വാടക അവർ ഒഴിപ്പിക്കാനും പാടില്ല എന്ന രീതിയിലൊരു ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചിരിക്കുന്നു. അപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉടമസ്ഥന് ഇത് അറിഞ്ഞു കഴിയുമ്പം പുള്ളിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആരാണെങ്കിലും വാടകയ്ക്ക് ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് പറയുമ്പോൾ മാറണമല്ലോ. ഇനി അതാ ഉടമസ്ഥൻ എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം വന്നു, അത് വിൽപ്പന നടത്തണം. അപ്പോൾ ഒരാൾ വന്ന് വില നല്ലത് പറഞ്ഞിട്ടുണ്ട്, അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ വാടകക്കാർ ഇവിടെ നിന്ന് മാറിയാലല്ലേ മറ്റൊരാൾ മേടിക്കുകയുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ആകാൻ മലയാളിയില്ല, അതങ്ങനെയാണോ എന്ന് അറിയത്തില്ല. അങ്ങനെയും സംഭവിക്കാം. അങ്ങനെയും വന്നു കഴിഞ്ഞാൽ ഇവർ മാറണമല്ലോ, വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ മാറണമല്ലോ. അപ്പം മാറാതെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെ ആവശ്യപ്പെട്ട് അവർ മാറിയില്ല. അപ്പം അങ്ങനെ അതിൻ്റെ മാർഗം നോക്കി. അപ്പം അങ്ങനെയുടെ മാനസികാവസ്ഥയിൽ അങ്ങനെ ഇടിച്ച് പൊളിക്കേണ്ട ഒരു അവസ്ഥ വന്നായി. അത് കൂടുതൽ അത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ജില്ലകളിലും തന്നെ അത് ബാധിക്കും. ഇനി ഒരു പാവപ്പെട്ട ഒരാൾക്ക്, വീടില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ കൂലിപ്പണിക്കാരന് വാടകയ്ക്ക് ഒരാൾ ഇനി വീട് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും തന്നെ നമുക്കറിയാം, വാടകയ്ക്ക് വീട് ഈ മീഡിയേറ്റർമാരാണ് വാടകയ്ക്ക് വീടെടുത്ത് കൊടുക്കുന്നത്. അവരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പം കൂടുതലും വാടകയ്ക്ക് വീട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഒരു ഉടമസ്ഥനോട് ചോദിച്ചു പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന പാർട്ടിയാണ്, ധൈര്യമായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് ഉടമസ്ഥൻ ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ചെയ്ത് എഗ്രിമെൻ്റ് കാലാവധി ആകുന്ന മുറയ്ക്ക് ഇവർ മാറിയില്ലെങ്കിൽ നിങ്ങളും കൂടെ ഇതിന് ഉത്തരവാദിയാണ്. അപ്പം അല്ലെങ്കിൽ അവരെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളും അതിൻ്റെ അകത്ത് പരിശ്രമിക്കണം, അല്ലെ അവരെ മാറ്റാനുള്ള മാർഗം നിങ്ങളും ചെയ്യണം എന്നൊരു എഗ്രിമെൻ്റിൽ ഇവരെ കൂടെ കക്ഷി ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ ചേർക്കാൻ മേലാഴിയില്ല. ആ രീതിയിലേക്ക് സംഭവിക്കാം. എന്താണേലും ഇത് വളരെ ഒരു സംഭവമായി. ഇപ്പം അങ്ങേരെ സ്ഥലം തിരിച്ചു കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറേണ്ട ഒരു അവസ്ഥ വന്നു. ഇനിയിപ്പോൾ നമുക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം അവിടെ ഉള്ളവർ എന്താണ് തീരുമാനിക്കുക, ഇനിയിപ്പോൾ അവർക്കൊരു കടപ്പാടം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണുള്ളത് അവിടെയുള്ള ജനപ്രതിനിധികൾ ആലോചിക്കുക. അതേ ഉള്ളൂ പറയാൻ. ഓക്കെ.